എന്റെ പേര് ജോർജ്. നമ്മുടെ ക്യാപ്റ്റന്റെ പേരാണല്ലോ എന്റെ കൃഷ്ണൻ. ഹലോ സാർ. അപ്പൊ ഞാനിപ്പോ ഒരു കോളേജിലാണ്. എന്തിനാണ്? കോളേജ്. അപ്പൊ സാർ മറ്റേ ആകെ എല്ലായിടത്തുനിന്നും സാർ ക്രിറ്റിസിസം ആണ് സാർ. എല്ലായിടത്തുനിന്നും ക്രിറ്റിസിസം. നിങ്ങൾക്ക് എന്നെ കോർത്ത പോലെ ക്രിറ്റിസിസം കണ്ടിട്ട് പോയി പണിയോക്കലാന്ന് പറയുന്നത് ശരി. എന്നിൽ നിന്ന് കഥെടുത്താ പോലെ എത്ര കഷ്ടപ്പെടുന്നു. അതല്ല സാർ, മറ്റേ എല്ലാരും ക്രിട്ടിസൈസ് ചെയ്യണം. പേരന്റ്സ്, ടീച്ചേഴ്സ് എല്ലാരും ക്രിട്ടിസൈസ് ചെയ്യും. ആകെ കുറച്ച് പേരന്റ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്താ കാര്യം? അതല്ല എന്താന്നറിയില്ല സാർ, എല്ലാരും ചുമ്മാ വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുക. അപ്പൊ ഞാൻ കുറെ പേരുടെ കേട്ടിട്ടുണ്ട് സാറിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ സാർ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്തത്? അത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ സാർ? എന്ത് ഹാൻഡിൽ ചെയ്യുന്നു? നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാം. നമുക്കിപ്പോ ഒരു മോനുണ്ട് വിചാരിച്ചോ. ആ മോൻ ജനിക്കുമ്പോ നമ്മൾ പറയും എനിക്കൊരു മോനുണ്ടായെന്ന് പറയും. ആ മകൻ മരിച്ചാൽ നമ്മൾ പറയും ദൈവം കൊണ്ടുപോയെന്ന് പറയും. നമ്മള് ലാഭത്തിന്റെ കുറ്റവാളിത്തം നമുക്കും നഷ്ടത്തിന്റെ കുറ്റവാളിത്തം നമ്മൾ ദൈവത്തിന് കൊടുക്കാം. ഓക്കെ, അത് ഒരു സാധാരണ മനസ്സിലാ. നീ ഇപ്പോ നിനക്ക് 10 റാങ്ക് കൂടെ ജയിച്ചാൽ നീ പറയും നിന്റെ ഒരു കഴിവാണ്, നീ തോറ്റാൻ നീ പറയും ദൈവം നിന്നെ തോൽപ്പിച്ചു. അതിന് പകരം നമ്മൾ ആ ശൈലി മാറ്റാം. കിട്ടുന്നതും നഷ്ടപ്പെടുന്നതും ഒക്കെ ദൈവമാണെന്ന് വിചാരിക്കാം. ദൈവമാണ് തരുന്നത് എന്നൊക്കെ. എന്നാ ഓക്കെയാണ്. നിന്നെ പരിഹസിക്കുന്നവരൊക്കെ ദൈവം തന്നെയാണ് നിന്നെ പരിഹസിക്കുന്നവർക്കൊക്കെ നിനക്ക് പ്രശ്നം സോൾവ്. രണ്ടും നമുക്ക് നല്ലത് തരുന്നതും ചീത്ത തരുന്നതും ദൈവം നമുക്കാക്കി എടുക്കുന്നുണ്ട്. ഇതേ അതിപ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മളൊക്കെ ഒരാൾ നാട് വരുമ്പോ നമുക്ക് ആദ്യം നമ്മൾ അവൻ നല്ലത് വന്ന് കണക്കാക്കും, ചീത്ത പറയുമ്പോ അവൻ ചീത്ത വന്ന് കണക്കാക്കും. ഈ അവൻ എന്നാൽ സംഭവമില്ല, ദൈവം തന്നെയാണ്. അവൻ നമ്മളൊരാളെ വെടിവെച്ച് ഇപ്പൊ ഗാന്ധിജിയെ വെടിച്ചെന്നോ ഗാന്ധി ഹേരാൻ പറഞ്ഞ പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി ആ കുമ്പിടി വെക്കുന്നില്ല ഓർക്കുന്നത്. പക്ഷെ ഗാന്ധി ഹേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധി ജീവിച്ചിരിക്കുമ്പോ എല്ലാവരിലും ദൈവത്തെ കണ്ടു. ഞാൻ അറിയാതെ എടുത്ത പല ഫോൺ കോളും നിനക്ക് അതിൽ നിന്ന് നിനക്ക് ഈ പേര് മനസ്സിലാവും. ഞാനൊരിക്കലും ഫോൺ കട്ട് ചെയ്യാറില്ല. നീ അല്ലെങ്കിൽ ഞാനറിയാതെ എടുത്ത ഫോൺ പോകും. അവൻ അവിടെ അത്രയും ഫോഴ്സ് ചീറ്റും വരിക പറഞ്ഞിട്ട് പോലും ഞാൻ കട്ട് ചെയ്യാറില്ല. കാരണം ഒന്ന് നമ്മൾ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അവൻ എന്റെ മൈൻഡ് ചേഞ്ച് വരുത്തുന്നുണ്ട്. അല്ലാതെ ഞാൻ അവനും പറയുന്ന പോലെ ഞാനും ചിത്ത വിളിക്കണം, ഞാൻ അവന് തമ്മിൽ വ്യത്യാസം. അപ്പൊ അവന്റെ സംസ്കാരം എന്റെ സംസ്കാരം ഈക്വലായിരിക്കണം. ഇത് ഞാന് അവനെ സമാധാനമായി പറഞ്ഞു മനസ്സിലാക്കി അവൻ എന്നെ ഇങ്ങോട്ട് ചിത്ത വിളിക്കുന്നു. എന്നിട്ട് അവനാണ് അവസാനം കട്ട് ചെയ്തത്. അവ ശരിക്കും അപ്പൊ അതേസമയം നമ്മളെ വിമർശനമൊക്കെ കണ്ടിട്ട് ഉഗ്രം കയറി എന്നൊക്കെ പറഞ്ഞു. അതേസമയം അത് കണ്ട് പലരെയും വിളിച്ചു സന്തോഷാനെ ഇന്നലെ ക്യാപ്റ്റൻ വന്ന് ഭയങ്കര ഭൂമിയിൽ ഇങ്ങനെ ആൾക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റാം. അല്ല വലുതോ ചെറുതോ ഞാൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഫോൺ കോൾ അവർ വലിയ സംഭവമാക്കി ഇട്ടപ്പോൾ എനിക്ക് ആ ഫോൺ കോൾ കൊണ്ട് ഒരുപാട് ആരാധന കിട്ടിയായിരുന്നു. നമ്മൾക്ക് അതേപോലെ ആ ഒരു മാനസാക്ഷി അത് അത്ര കുറ്റല്ല. ഒരാള് നമ്മളെ അച്ഛനെ വിളിച്ചാൽ പോലും കണ്ടില്ലാതെ കണ്ടുകൊണ്ട് കേട്ടോണ്ടൊക്കെ പോവാണെങ്കിൽ ഒരു എക്സ്ട്രാordinary ക്ഷമ ആവശ്യം. അപ്പൊ ഇങ്ങനെയാണ് വേറെന്താണ്? പിന്നെ സാറിന്റെ അഡ്വൈസിന് വളരെ ഉപകാരം സാർ. സാർ പിന്നെ സാറിന്റെ പുതിയ ഫിലിംസ് ഒക്കെ ഏതാ സാർ? അപ്പൊ ഈ ഇപ്പൊ ഉള്ള ഫിലിംസ് സാർ കൃഷ്ണന് രാധ അടുത്ത ആഴ്ച 21 സാറിന്റെ അല്ല അത് റിലീസ് ആവോ സാർ? 21 ദീപാവലി റിലീസ്. ഞങ്ങൾക്കൊക്കെ കാണാനുള്ള അവസരം ഉണ്ടാവല്ലോ സാർ? തീർച്ചയായിട്ടും ഞായറാഴ്ച ഇന്റർവ്യൂ കണ്ടു. പിന്നെ സാറിന്റെ ഞാനൊരു ചെറിയൊരു ഡാൻസറും കൂടി, അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ ഇന്നലെ ചോദിക്കണമെന്ന് ചോദിച്ചാ ഇപ്പൊ പറ്റിയില്ല. സാറിന് മറ്റേ രാത്രി ശുഭരാത്രി എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതില് സാറിന് ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ സാർ, അതെങ്ങനെ സാർ? സാർ വല്ല ഡാൻസിലോ പഠിക്കണല്ലോ സാർ? അല്ല പിന്നെ ആ സ്റ്റെപ്പ് സാർ പിന്നെ എങ്ങനെയാ സാർ ചെയ്യുന്നത്? ഇച്ചിരി ഭയങ്കര പാടാ, ശ്രമിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് സാർ സ്റ്റെപ്പ് കാണിച്ചു നീ പവർബേന്റെ ഇന്റർവ്യൂ എന്നോട് ഓൺ ദ സ്പോട്ട് ഡാൻസ് വിളിച്ചിരുന്നു. ഓക്കെ. പിന്നെ സാറിന്റെ സ്ഥിരം ഈ ഇന്റർവ്യൂവിനുള്ള ഒരു പതിവാണല്ലോ ഒരു പാട്ട് പാടുന്നത്. അപ്പൊ സാർ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാം, ഒരു 2 ലൈൻ. സോറി ഫോണിങ്ങനെ ഒന്ന് പാടാം, ഒരു ചെറിയ 2 ലൈൻ പാടിയാൽ അല്ല ഒരു 2 ലൈൻ പാടിയാൽ മതി.
2 പാട്ട്, 2 ലൈൻ. നിനക്ക് വേറെ പറയണ്ടോ? അടുത്ത വെള്ളിയാഴ്ച സിനിമ റിലീസാവുന്ന. ഓക്കെ, ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബൈ രണ്ടാമത്തെ സിനിമയിലെ സോങ്സ് യൂട്യൂബിലുണ്ട്. കേട്ടിരുന്നോ? കേട്ടിരുന്നു സാർ. പിന്നെ മറ്റേ മായാവി അങ്ങനെ പാട്ടില്ലേ? മമ്മ മായാവി കൃഷ്ണന്റെ അതേതാ? എന്റെ രണ്ടാമത്തെ സിനിമ ജിത്തുബായ് എന്ന ചോക്ലേറ്റ് ബൈയുടെ സോങ്. ഓക്കെ, ഞാനത് കാണാം സാർ. കാണണ്ട, കേൾക്കാം. അതിന്റെ ഓടിയുള്ളൂ. പിന്നെ മറ്റേ സാറിന്റെ എന്താ ഈ പുതിയ ഫിലിമിലെ പുതുമകളാണോ സാർ? അതെ, എല്ലാം പുതുമകളാണല്ലോ സാർ. പിന്നെ സാറിന്റെ മറ്റേ ഓക്കെ. പിന്നെ സാറിന്റെ കോളർ ട്യൂണും സാറിന്റെ സിനിമയിലെ പാട്ട് തന്നെയാണല്ലോ സാർ? ഇങ്ങനെ സാറിന് ഇങ്ങനെ എപ്പോഴും വിളിച്ചാലും അത് ഉള്ളോണ്ട് പിന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്ന വലിയ ഇതൊന്നുമില്ല. പാട്ടും കേൾക്കാം, സാറിനെ വിളിക്കുകയും ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സാർ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, US-ലൊക്കെ ജനിച്ചു വളർന്നതാണ്. അപ്പൊ അവനിപ്പോ കേരളത്തിൽ വന്ന് അവന് ഭയങ്കര മലയാള സിനിമയോട് ഭയങ്കര താല്പര്യമാണ്, അഭിനയിക്കാനൊക്കെ. അപ്പൊ മലയാളം കുറച്ച് വീക്കാണെന്നേ ഉള്ളൂ. അപ്പൊ സാറ് പുതുമകളൊക്കെ കൺസിഡർ ചെയ്യാനുണ്ടെന്ന് പറയുന്നു. അപ്പൊ അവനൊരു ചാൻസ് കൊടുക്കുക സാർ. സ്ഥലം എറണാകുളം സാർ. നോക്കാം, നമുക്ക് ഞാനധികം ഇങ്ങനെ തേനാപ്പായം മറക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ വളരെ സാധാരണക്കാരെ കൂടെ നടക്കുന്ന വ്യക്തിയാണ് സാർ. ഞാൻ അവനൊന്ന് കൊടുക്കട്ടെ, മലയാളം ഇത്തിരി വീക്കാന്നേ ഉള്ളൂ. അവന് സാറിന് നമ്മളെ മറ്റേ ഇത് കണ്ടിരുന്ന കേരള വിഷന്റെ ഇന്റർവ്യൂ കണ്ടിരുന്ന? ഏതില്? കേരള വിഷൻ 2 ദിവസം മുമ്പ് ഇന്റർവ്യൂ കണ്ടിരുന്ന? ഇല്ല സാർ. സാറിന് അമൃത ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ അമൃതയിലൊരു ഇന്റർവ്യൂ ഉണ്ട്, നാളെ 8:30 പറഞ്ഞത്, എനിക്കറിയില്ല. അത് കാണാം സാർ. പിന്നെ വോഡാഫോൺ അക്കാദമിയിൽ നമ്മുടെ സോങ് ഉണ്ട് നാളെ. പടം വെള്ളിയാഴ്ച റിലീസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച വരേണ്ടതായിരുന്നു. അതിലെന്താണ് നമ്മളെ വേൾഡ് റെക്കോർഡിന്റെ ഇപ്പോഴേ വരുന്നു, തിങ്കൾ ചൊവ്വയായിട്ട് വരില്ല. ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗിന്നസ് ബുക്കിലും തിങ്കൾ ചൊവ്വയായിട്ട് വരുന്നു. ഞാൻ കേരള വിളിച്ചെല്ലാം അവർക്ക് ചെയ്തോണ്ട്. പിന്നെ സാർ അവന് വലിയൊരു ആഗ്രഹം സാറിനോട് സംസാരിക്കും, ഞാൻ ഒന്ന് കൊടുത്തോട്ടെ സാർ. ഓക്കെ. മലയാളം കുറച്ച് കേൾക്കാം. ഹലോ, എന്തൊക്കെയുണ്ട്? എന്താ പേര്? Hello sir, my name is Tony. Sir, I am very fond of Malayalam movies. Sir, I am badly interested in acting in Malayalam movies. Sir, can you give me a chance, sir? Oh, sure. Thank you. Only after 1 or 2 weeks. The thing is that a lot of applications are coming from all areas, so I am completely confused. Yes, sir. Okay. Sir, then... and the other thing is, the film is releasing in the very next Friday, so I am running. Okay. Sir, then I saw a lot of your videos in YouTube, sir. And I must say it is very nice, sir. Sir, I may also hear that a lot of them are criticizing your videos, sir. But I don't know why they are criticizing, because it's very nice videos, sir. And sir, to be frank, sir, I think you got a very good horrible face, sir. And I think you are the biggest disgrace to Malayalam industry, sir. Okay, thank you. Okay, then it's better for you to search for my second movie, Jittubai and not Chocolate Boy. Okay. This particular film also contains 8 songs, and all this audio of this particular song is in YouTube. I think most of them does not know that the audio of this second movie is released. I till this time not announced about this thing. Okay. So it's better for you to hear all those songs also and call me later. Okay. അതെ. അപ്പൊ ഈയിടെ ഒരു പടം, ഞാനൊരു എറണാകുളംകാരനാണ്. ഈയിടെ പുതുമകൾ വെച്ച ഒരു പടം ഇറക്കിയിരുന്നു. ഡയറക്ടറും പുതുമ തന്നെയായിരുന്നു. നിങ്ങളോ? അപ്പൊ ഞങ്ങളല്ല, പടം ഇവിടുത്തെ വലിയ തിയേറ്ററൊന്നും ഇവിടുത്തെ കാണിക്കുന്ന തിയേറ്ററിലാണ് ഭയങ്കര നിലവാരം കുറഞ്ഞു. സാറിന്റെ തിയേറ്റർ ഉടമകളിലോ സാറിനോടുള്ള റെസ്പോൺസിബിലിറ്റി? എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ കാണുന്നത് അത്ര മോശമാണോ? വലിയ കുഴപ്പമില്ല.
തിയേറ്റർ വെച്ച് ഏറ്റവും മോശമുള്ള തിയേറ്റർ കാണിക്കുന്നത് അതിന് ഒരു സംശയമാണ്. സാറിന് തിയേറ്റർ ഏറ്റെടുക്കാൻ തയ്യാറല്ല സാർ? നമുക്കിപ്പോ തിയേറ്ററെ കിട്ടിയിട്ട് കാനൂസോ അല്ലെങ്കിൽ ഷേണായിസോ ആണെന്ന് വിചാരിച്ചത്. ഷേണായിസല്ലേ? പക്ഷെ അപ്പൊ അത് അവിടുത്തെ സിനിമകൾക്കനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് ആ ടൈമിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാനൂസിന്റെ കുഴപ്പം? അല്ല സാറേ, അതിന്റെ ടീച്ചിങ്ങൊക്കെ ഭയങ്കര ബോറാ സാർ. പിന്നെ എല്ലാം ഇങ്ങനെ മോശമായ സിനിമകളൊക്കെ കൂടുതൽ നോക്കാം. പിന്നെ സാറിന്റെ ദീപാവലി റിലീസ് അല്ലേ സാർ? അപ്പൊ ദീപാവലിക്ക് ഷാരൂഖ് ഖാന്റെ റാവണും പിന്നെ വിജയുടെ അങ്ങനെയുള്ള വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളിലൂടെ ഒക്കെ സാറിന്റെ റിലീസ് ആവുന്നെങ്കിൽ അതിന് മോശമായിട്ട് സാധിക്കില്ല സാർ. നോക്കാം. നമ്മളതായിട്ടുള്ള ആരാധകർ നമുക്ക് എപ്പോഴും ഉണ്ട്, നമ്മളൊക്കെ ആവശ്യമുണ്ട്. അതല്ല സാർ, ആ പടങ്ങളിൽ സാറിന്റെ സിനിമയുടെ കൂടെ റിലീസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിന് കുറച്ചുകൂടെ ആൾക്കാരത് കാണൂലായിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. നമുക്ക് നമ്മളതായിട്ടുള്ള ടീമുണ്ട്, നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. സാർ പിന്നെ ഈയിടെ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ അവന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായി ഈ സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏക സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജാണ്. അപ്പൊ സാറിന്റെ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, സാർ 80% ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ ആണ്. അതല്ല, ഞാൻ സാറിന് ഇന്റർവ്യൂ ഉണ്ടോന്ന് പറയും. അപ്പൊ സാറിന്റെ ആ എന്താ ചിത്രയോടുള്ള എന്താ കമന്റ് ഉണ്ടായിരിക്കും സാർ ഇംഗ്ലീഷ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അതല്ല, അത്യാവശ്യം വിവരം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത്ര അധികം കോൺഗ്രസ് കാര്യമൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലൊക്കെ പറയുന്നത്. നമ്മളിപ്പോ സാർ അപ്പൊ സാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സൂപ്പർ സ്റ്റാർ ആണോ അതോ ഇംഗ്ലീഷ് സംസാരിക്കാത്ത സൂപ്പർ സ്റ്റാർ ആണോ? നമ്മള് സാറിന് പറയണം സാർ. തട്ടിമുട്ടി പറയാം, അത്രയല്ലേ. അല്ല, തട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ കാര്യത്തിൽ സാറ് സാറിന് അറിയില്ല സാർ. വീടും തോപ്പിച്ച് പറയാം, അത്രയല്ലേ. അപ്പൊ ശരി സാർ, സാറിന്റെ സിനിമയ്ക്ക് എല്ലാവരും മംഗളങ്ങളും ഓക്കെ. സിനിമ കണ്ടിട്ടൊന്ന് വിളിക്കണേ. കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയാം സാർ.